ഹലോ, എൻ്റെ ഇൻസ്റ്റയിലും മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടേതാ ഈ ഷീറ്റ് മോസ് എങ്ങനെയാണ് നമുക്ക് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്യാൻ വെക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ കാണിച്ച പോലെ ഒരു കണ്ടെയ്നറും നല്ല ട്രീറ്റഡ് കോക്കോപീറ്റുമാണ് വേണ്ടത്. അപ്പോൾ കണ്ടെയ്നർ ഇങ്ങനെ എടുത്ത് നല്ല വൃത്തിയായ കണ്ടെയ്നർ ആയിരിക്കണം. അതിനകത്തേക്ക് ട്രീറ്റഡ് കോക്കോപീറ്റ് ഒരു ലെയറായിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോസ് കുറേ നാളത്തേക്ക് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം മോസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് നമ്മൾ മോസ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നാളത്തേക്ക് ടെററിയം ചെയ്യാനുള്ള മോസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലെയറായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് നനച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ മോസ് എടുക്കുക. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ മോസിൻ്റെ ബാക്ക് വശത്ത്, ഇതിൻ്റെ വേര് നിൽക്കുന്ന വശത്ത് അഴുക്കുകൾ കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷം മാത്രമേ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ ഒക്കെ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ വേരിൻ്റെ ഭാഗത്തെ കുറച്ച് വേരുകൾ ഞാനൊന്ന് കട്ട് ചെയ്ത് വിട്ടു. ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, ബ്രൈറ്റ് ലൈറ്റ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മോസ് അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ഇത് വരുമ്പോഴുള്ള ആ ഒരു മണ്ണില്ലേ, ആ മണ്ണ് മാക്സിമം നമ്മൾ കളയുക കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ വേംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കളയുക. ഈ മണ്ണ് കുറേ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ കൂടെ പോകുന്ന വേരും അങ്ങ് പൊക്കോട്ടെ, കുഴപ്പമില്ല. ചെറിയ ചെറിയ വേരുകളൊക്കെ കട്ടായി പൊക്കോട്ടെ. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് നീറ്റാക്കി എടുത്ത ശേഷം മാത്രമേ നമ്മൾ ഈ ഒരു കൊക്കോപീറ്റിനകത്തേക്ക് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കേട്ടോ. നമ്മുടെ ഷീറ്റ് മോസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ വെക്കുമ്പോൾ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു മോസ് വെച്ചിരിക്കുന്നതിന് ഇത് കണ്ടില്ലേ, നല്ല നല്ല പുതിയതായിട്ട് മോസുകളൊക്കെ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങനെ 2-3 കണ്ടെയ്നേഴ്സിലായിട്ട് മോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് റിസൾട്ട് പറഞ്ഞോളൂ കേട്ടോ.